Electric charges and fundamental properties. നോക്ക് എന്താണ് ഇലക്ട്രിക് ചാർജിൻ്റെ ഡെഫിനിഷൻ. ഇലക്ട്രിക് ചാർജ് ഈസ് ആൻ ഇൻട്രിൻസിക് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്നത് മാറ്ററിൻ്റെ ഇലക്ട്രിക്കൽ ഇൻട്രാക്ഷന് കാരണം ആകുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്താണ്? അടുത്ത ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ചേഞ്ച് നോക്ക്, ക്വാണ്ടൈസേഷൻ ചാർജ്. എന്താണത്? ദ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് ഓൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ എലമെൻ്ററി ബേസിക് ചാർജ്. ഓക്കെ, നോക്ക് Q ഈക്വൽ ടു NE. നോക്ക് വേർ N ഈക്വൽ ടു +1 +or-1 +or-2 ആൻഡ് E ഈക്വൽ ടു 1.6 × 10⁻⁻19 കൂളംബ്. ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് ബേസിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് എന്ന് നമ്മൾ അതിൻ്റെ ഇക്വേഷനാണ് Q ഈക്വൽ ടു NE. ഓക്കെ, പിന്നെ എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജ്? ഓക്കെ, ദ ടോട്ടൽ ഇലക്ട്രിക് ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഓൺലി ട്രാൻസ്ഫേർഡ്. അല്ലേ, ചാർജ് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, ട്രാൻസ്ഫർ ചെയ്യാം. ഇനി എന്താണ് അഡിക്റ്റിവിറ്റി ഓഫ് ചാർജ്? നോക്ക്, ടോട്ടൽ ചാർജ് ഈസ് ദ അൽജീബ്രിക് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ചാർജസ്. Q ഈക്വൽ ടു Q1 + Q2 + Q3. നോക്ക്, ടോട്ടൽ ചാർജ് ഈക്വൽ ടു എല്ലാ ഇൻഡിവിജ്വൽ ചാർജസും അൽജീബ്രിക്കായി കൂട്ടിയതാണ്. ഓക്കെ, അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചാർജസ് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? അഡിക്റ്റിവിറ്റി ആയി. ഓക്കെ, അത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ സമ്മ് തുക എഴുതുക. ഇനി നെക്സ്റ്റത്തെ കാര്യം നോക്ക്, കൊളംബിൻ്റെ ലോയും അതുപോലെ സോൾവഡ് ആയിട്ടുള്ളതും. നോക്ക്, കൊളംബിൻ്റെ ലോ എന്താണ് പറയുന്നത്? നോക്ക്, ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഇന്നർ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. F ഈക്വൽ ടു K ഡോട്ട് Q1 Q2 ഡിവൈഡഡ് ബൈ R² ഈക്വൽ ടു 1/4πε0 ഡോട്ട് Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇൻ വാക്യൂം K ഈക്വൽ ടു 9 × 10⁹ N m² C⁻². അതായത് രണ്ട് പോയിൻ്റ് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ചാർജസിനെ പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ ഡിസ്റ്റൻസിൻ്റെ എന്താണ്? സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇനി അതിൻ്റെ ഒരു സോൾവഡ് എക്സാമ്പിൾ നോക്ക്. ഒരു ഗീവൺ അല്ലേ, ഒരു Q1 തന്നിട്ടുണ്ട്, 2μc കൊളുമ്പ്, പിന്നെ 2 × 10⁻⁻6 കൊളുമ്പ്. Q2 ഈക്വൽ ടു വീണ്ടും 3μ കൊളുമ്പ്, പിന്നെ 3 × 10⁻⁶ കൊളുമ്പ്. അതിൻ്റെ ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പിന്നെയോ 0.3 മീറ്റർ അല്ലേ, അതിൻ്റെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.3 മീറ്റർ ആവും. നമുക്ക് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F കണ്ടുപിടിക്കണം. നോക്ക്, F ഈക്വൽ ടു 9 × 10⁻⁹ × 2 × 10⁻⁶ × 3 × 10⁻⁶ ഡിവൈഡഡ് ബൈ 0.32. എന്താണിത്? നോക്ക്, ആ പറയുന്ന ആദ്യത്തെ ചാർജ്, രണ്ടാമത്തെ ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് ഇൻറ്റു 10⁻⁶ കൊള്ളുമ്പോൾ അതന്നെയാണ്. ഓക്കെ, അപ്പോൾ അതേ ഇൻറ്റു ഫസ്റ്റ് ചാർജ് ഇൻറ്റു സെക്കൻഡ് ചാർജ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും? നോക്ക്, Q1 നമ്മുടെ ഇക്വേഷൻ എന്താണ്? Q1 Q2 അല്ലേ, Q1 Q2 ഡിവൈഡഡ് ബൈ എന്താണ്? R². അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, നോക്ക്, അതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ട്? ഒരു 9 × 10⁻⁹ അല്ലെ, ഒരു കോൺസ്റ്റൻറ്റും കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ 9 × 10⁻⁹ × 6 × 10⁻12 വന്നു അല്ലേ, ഇത് കൂട്ടിയപ്പോൾ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നോക്ക് ഉത്തരം എന്ത് കിട്ടും? നോക്ക്, ബൈ 0.09 ആണ്. ഉത്തരം എന്ത് കിട്ടും? 5.4 × 10⁻² ഡിവൈഡഡ് ബൈ 0.09 ഈക്വൽ ടു 0.6. ഒരു കാര്യം എപ്പോഴും മറക്കരുത്, ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഈ കോൺസ്റ്റൻ്റ് ആണ് 9.10⁻⁹ × 9 ഈ K. ഓക്കെ, കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്യണം? പഠിക്കണം. അതുപോലെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ റിസൾട്ട്? നോക്കി, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 0.6 N ആണെന്ന് മനസ്സിലായി. എന്ത് ചെയ്താൽ മതി? വാല്യൂസ് ഫോർമുലയിൽ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫീൽഡ് ലൈൻസ്? ഓക്കെ, ഇലക്ട്രിക് ഫീൽഡും ഫീൽഡ് ലൈൻസും എന്താണ് നോക്കെ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ അല്ലേ എന്താണ് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് at a point is electrostatic force experienced per unit positive test charge placed at a point. ഓക്കെ, അതിന് ഇക്വേഷൻ ആണ് E ഈക്വൽ ടു എഫ് ബൈ ക്യൂ. യൂണിറ്റ് ന്യൂട്ടൺ കൊളുംബ് റേസ് ടു -1 ഓർ VM റേസ് ടു -1 ആണ്. ഓക്കെ, ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് Q ഈസ് ടു E ഈക്വൽ ടു 1/4πε0 ആണ്. ഡോട്ട് എന്താണ് Q/r². ഇതാണ് അത്. ഓക്കെ, നോക്ക് എന്താ സംഭവം. ഒരു പോയിന്റിൽ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചപ്പോൾ അതിന് കിട്ടുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, E ഈക്വൽ ടു എഫ് ബി ക്യൂവും അതുപോലെ പോയിന്റ് ചാർജ് ക്യൂവിൽ എന്തുമായിരിക്കും r ഡിസ്റ്റൻസിൽ E ഈക്വൽ ടു 1/4πε0 Q/r² ആയിരിക്കും. ഓക്കെ, ഇനി നോക്ക് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് എന്താണ് നോക്ക്. ഫീൽഡ് ലൈൻസ് എന്താണ്? ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജസ് ആൻഡ് ടെർമിനേറ്റ് ഓൺ നെഗറ്റീവ് ചാർജസ്. ഓക്കെ, ഫീൽഡ് ലൈൻസ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുക? പോസിറ്റീവ് ചാർജിലാണ് ഒറിജിനേറ്റ് ചെയ്യുക. എവിടെ ടെർമിനേറ്റ്, എവിടെ എൻഡ് ആവും? നെഗറ്റീവ് ചാർജിൽ എൻഡ് ആവും. നോക്ക്, ദ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഓൺ എ ഫീൽഡ് ലൈൻ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ അതിൽ കൂടെ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അതെന്ത് കാണിച്ചു തരും? ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കാണിച്ചു തരും. പിന്നെ two electric field lines never intersect each other. If they did, there would be two directions of field at the same point, which is impossible. അതായത് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ആകില്ല. അങ്ങനെ സംഭവിച്ചാൽ അവരെന്ത് ചെയ്യും? ഡയറക്ഷൻ മാറി ഇല്ലാതാവും. ഓക്കെ, പിന്നെ ഫീൽഡ് ലൈൻസ് ആർ ക്ലോസർ ടുഗദർ വേർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്ട്രോങ്. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കുന്നവിടെ ഫീൽഡ് ലൈൻസ് ക്ലോസർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഫർദർ അപ്പാർട്ട് വേർ ഇറ്റ് ഈസ് വീക്ക് അല്ലേ. അത് വീക്ക് ആണെങ്കിൽ എന്തായിരിക്കും? കുറേയും കൂടി ദൂരം പോകും അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് നോർമൽ പെർപെൻഡിക്കുലർ ടു ദ സർഫേസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ നോർമൽ ആയിരിക്കും. ഒരു കണ്ടക്ടറിൻ്റെ സർഫേസിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും നോർമൽ ആയിരിക്കും. ഓക്കെ, പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യും. ഓക്കെ, ടാൻജൻറ്റ് ഫീൽഡ് ഡയറക്ഷൻ തരും. പിന്നെയോ രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ലൈൻസ് ക്ലോസ് ആണെങ്കിൽ ഫീൽഡ് സ്ട്രോങ് ആവും. കണ്ടക്ടർ സർഫേസിൽ ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇനി നോക്ക് ഇലക്ട്രിക് ഫ്ലക്സും ഗോസിൻ്റെ നിയമവും. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സും ഗോസിൻ്റെ നിയമവും. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് നോക്ക് ഫൈ ഇ ഈക്വൽ ടു ഫൈ ഇ വെക്ടർ ഡോട്ട് ഡി എ വെക്ടർ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. ഇനി ഗോസ് ലോ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ വരും? ബൈ ഗോസ് ലോ ഈക്വൽ ടു Q enclosed ഡിവൈഡഡ് ബൈ ε0 ആകും. ഇനി നോക്ക് എക്സാം ന്യൂമറിക്കൽ എന്ത് വരും? നോക്ക് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? Q ഈക്വൽ ടു 8.85 കൊളുമ്പാണ്, മ്യൂ കൊളുമ്പ്. അത് എന്ത് വരും? കൊളുമ്പാക്കുമ്പോൾ 8.85 ഇൻറ്റു 10⁻⁻⁶ കൊളുമ്പാവും. ഇതെന്താണ്? ഒരു ഗോസിയൻ സർഫേസിൽ എൻക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ε0 എന്ന് പറയുന്നത് 8.85 ഇൻറ്റു 10⁻⁻12 കൊളുമ്പ് സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2 ആണ്. ഓക്കെ, ഇവിടെ ഫൈ ഈക്വൽ ടു Q/ε0 എന്ന ഇക്വേഷൻ ഇടുക. അപ്പോൾ എന്ത് സംഭവിക്കും? 8.85 ഇൻറ്റു 10⁻⁻⁶ ഡിവൈഡഡ് ബൈ 8.85 ഇൻറ്റു 10⁻⁻12 വരും. ഇവിടെ നമുക്ക് ബാക്കി എന്ത് കിട്ടും? നമുക്ക് 10⁻⁶ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ C⁻⁻1 കിട്ടും. ഓക്കെ, if the radius of the sphere changes from 10 cm to 20 cm, the flux remains unchanged because electric flux depends only on the net charge enclosed, not radius or size of the surface. അല്ലേ, റേഡിയസ് മാറ്റിയാലും എൻക്ലോസ്ഡ് ചാർജ് സെയിം ആണെങ്കിൽ ഫ്ലക്സ് എന്ത് ചെയ്യില്ല? മാറില്ല. ഇനി ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ ഷെൽ. ഓക്കെ, ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ ഷെൽ. ഓക്കെ, റേഡിയസ് ആർ, ചാർജ് Q. ഓക്കെ, ഔട്ട്സൈഡ് ദ ഷെല്ലിൽ R ഗ്രേറ്റർ ദാൻ വലിയ R. ഓക്കെ, ഗോസിയൻ സ്ഫിയർ ഓഫ് റേഡിയസ് R ഈക്വൽ ടു E ഇൻറ്റു 4πr² ഈക്വൽ ടു Q/ε0. E ഈക്വൽ ടു 1/4πε0 എന്ന് വരും. ഡോട്ട് Q/r² കൂടെ ഉണ്ടാവും അല്ലേ. ഇനി സർഫേസിലാണെങ്കിൽ R ഈക്വൽ ടു വലിയ R ആയിരിക്കും. E ഈക്വൽ ടു 1/4πε0 ഡോട്ട് Q/r² വരും.
പിന്നെ ഇൻസൈഡ് ആർ ആണെങ്കിൽ ഇൻസൈഡ് ആർ ആണെങ്കിൽ ആറ് മറ്റേ വലിയ ആറിനേക്കാളും ചെറുതായിരിക്കും. ദസ് സിൻസ് എൻക്ലോസ്ഡ് ചാർജ് ക്യൂ എൻക്ലോസ്ഡ് ഈക്വൽ ടു 0 ഇ ഈക്വൽ ടു 0. ഇനി നോക്ക്, ഷെല്ലിന് പുറത്ത് വരുന്ന സമയത്ത് പോയിന്റ് ചാർജ് പോലെ ബിഹേവ് ചെയ്യും. സർഫേസിൽ Q/r² ആയിരിക്കും, ഷെല്ലിനുള്ളിൽ 0 ആയിരിക്കും. ഇത് മസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താണ് ഇലക്ട്രിക് ഡൈപോള്? നോക്ക്, ഡൈപോളിൻ്റെ ബേസിക്സും ടോർക്കും എന്താണ് നോക്ക്, ഡെഫിനിഷൻ നോക്ക്. An electric dipole consists of a pair of equal and opposite charges plus q and minus q separated by a small distance 2a. എന്താണ് ഈക്വൽ മാഗ്നിറ്റ്യൂഡിലുള്ള ഓപ്പോസിറ്റ് ചാർജസ് പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്ത് ഇലക്ട്രിക് ഡൈപോള് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പി വെക്റ്റർ ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a വെക്റ്റർ ആണ്, ഡയറക്റ്റഡ് ഫ്രം -q ടു +q. ഇനി നോക്ക്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ടോർക്ക് ടി വെക്റ്റർ ഈക്വൽ ടു പി വെക്റ്റർ ഇൻറ്റു ഇ വെക്റ്റർ ഈക്വൽ ടു ടി ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. നോക്ക്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. ഡൈപോൾ മൊമെൻറ്റ് പി വെക്റ്റർ ഈസ് അലൈൻഡ് പാരലൽ ടു ഇ വെക്റ്റർ. നെറ്റ് ടോർക്ക് എന്തായിരിക്കും അവിടെ? 0 ആയിരിക്കും. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തീറ്റ 0 ആയിരിക്കും. ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും? പാരലായിട്ട് ഉണ്ടായിരിക്കും. അതുപോലെ അവിടെ ടോർക്ക് 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തീറ്റ 180 ഡിഗ്രി ആയിരിക്കും. ഡൈപോൾ മൊമെൻറ്റ് ആൻറ്റി പാരലായിരിക്കും. നെറ്റ് ടോർക്ക് 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. പിന്നെ മംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ സ്റ്റേബിൾ പി ആൻഡ് ഇ എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ 0. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, തീറ്റ 180 ഡിഗ്രി. ഇനി ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ഡൈപോൾ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരുന്ന സാധനമാണെന്നാണ് പറയുന്നത്. ഇ ഈക്വൽ ടു 1/4πε0 p/r² പ്ലസ് a² റേസ് ടു 3/2. അതായത് പി വെക്ടറിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ്. പിന്നെ ഒരു ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ ഈ ഇക്വറ്റോറിയൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/4πε0 p/r³ ആണ്. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനി നെക്സ്റ്റത്തെ കാര്യം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസും. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ കപ്പാസിറ്റൻസും എന്താണ് നോക്ക്, ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫേസും അതുപോലെ അതെന്താണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് എന്താണ്? എ സർഫേസ് ദാറ്റ് ഹാസ് ദ സെയിം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എവറി പോയിന്റ് ഈസ് കോൾഡ് ആൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഓൺ ദ സർഫേസ് ഈസ് 0. VB minus VA equal to 0. നോക്ക്, വർക്ക് ഡൺ ഇൻ മൂവിങ് എനി ചാർജ് ഓൺ ഇറ്റ്സ് 0 ഓൺ ഇറ്റ് ഈസ് 0 അല്ലേ. W ഈക്വൽ ടു Q VB മൈനസ് VA ഈക്വൽ ടു Q0 ഈക്വൽ ടു 0 ജൂൾ. നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ നോർമൽ ടു ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ്. അതായത് സെയിം ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? 0 ആണ്. അതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്തത് 0 ആയിരിക്കും. Q ഈക്വൽ ടു 2C മൂവ് ചെയ്താൽ എന്തായിരിക്കും? W 0 ജൂൾ ആയിരിക്കും. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററും അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും. നോക്ക്, വാക്യൂത്തിൽ C ഈക്വൽ ടു ε0 A/d ആണ്. ഡൈ ഇലക്ട്രിക് ഉണ്ടെങ്കിൽ അതെന്താകും? K ε0 A/d ആവും. ഇനി കപ്പാസിറ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നോക്ക്, ഏരിയ ഓഫ് പ്ലേറ്റുകളുടെ ഏരിയ C ആൻഡ് A അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെയോ സെപ്പറേഷൻ ഡിസ്റ്റൻസ് D C ഇൻറ്റു 1/d ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ പെർമിറ്റിവിറ്റി ആൻഡ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ പ്ലേറ്റ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഇനി എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ആൻഡ് എനർജി ഡെൻസിറ്റി. നോക്ക്, stored energy U equal to half CV square equal to Q square by 2C equal to half QV. നോക്ക്, എനർജി ഡെൻസിറ്റി എന്താണ്? U ആണ്. U ഈക്വൽ ടു U ബൈ വോളിയം ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ E സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ? അതായത് ഇത് എനർജി സ്റ്റോറേജിൻ്റെ ഇക്വേഷൻ ആണ്, നോക്കി വയ്ക്കുക. ഇനി എക്സാമിന് 1 മാർക്ക് കീ അല്ലേ. നോക്ക്, എനർജി ഇൻ കപ്പാസിറ്റർ അല്ലേ എന്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? പ്ലേറ്റുകളുടെ ഇടയിലാണ് ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ കപ്പാസിറ്ററുകളുടെ ഇടയിലുള്ള എനർജി എവിടെയാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ ഒരു പ്ലേറ്റുകളുടെ ഇടയിലാണ്. ഇനി നോക്ക്,
കപ്പാസിറ്ററിൻ്റെ ഒരു പ്രോബ്ലം. എ ഈക്വൽ ടു 0.2 മീറ്റർ സ്ക്വയർ, ഡി ഈക്വൽ ടു 0.1 മീറ്റർ, വി ഈക്വൽ ടു 10 ക്യൂബ് വി. ഓക്കെ, പ്ലേറ്റ് സെപ്പറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ 10% കുറഞ്ഞു കഴിഞ്ഞാൽ ഡി ടു 0.9 ഡി ആകും. ഓക്കെ, ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, സ്റ്റോർഡ് എനർജിയുടെ. അപ്പോൾ എന്താണ്? C1 ഈക്വൽ ടു എപ്സിലോൺ 0A ബൈ ഡി അല്ലേ? അത് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇനി C2 എന്ന് പറയുന്നത് എപ്സിലോൺ 0A ബൈ 0.9 ഡി അല്ലേ? ഇവിടെ D2 ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? C1 ബൈ 0.9 കിട്ടും. ഓക്കെ, ഇനി സിൻസ് കണക്റ്റഡ് ടു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? V ഈസ് ടു U. ഓക്കെ, V ഈസ് ടു U ആവും. അപ്പോൾ ഹാഫ് CV² വരും. അപ്പോൾ എന്ത് വരും? U2 ബൈ U1 വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? C2 ബൈ C1 ചെയ്യണം. അങ്ങനെയാകുമ്പോൾ അതെന്താവും? 1 ബൈ 0.9 ഈക്വൽ ടു 1.111 ആവും. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് എന്താണ്? 1.111 U1 എനർജി ഇൻക്രീസ് ബൈ എന്താണ്? 11.1%. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി. പിന്നെ അടുത്ത കാര്യം നോക്ക്, കറണ്ട് ഇലക്ട്രിസിറ്റി. എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി? നോക്ക്, ഓംസ് ലോ, ഡ്രിഫ്റ്റ്, വെലോസിറ്റി, മൊബിലിറ്റി ആൻഡ് ഗാൽവനോമീറ്റർ കൺവേർഷൻ ആണ്. ഓക്കെ, ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഓംസ് ലോയും അതിൻ്റെ ലിമിറ്റേഷനും? നോക്ക്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ് V ഈക്വൽ ടു IR. നോക്ക്, ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്? ഓംസ് ലോ ഫെയിൽസ് വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ്. ടെമ്പറേച്ചർ മാറുമ്പോൾ ഈ സാധനം മാറും. ഓക്കെ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും ഫിസിക്കൽ കണ്ടീഷനിലും കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പോകുന്നത് എന്താണ്? അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയുന്നതാണ് ഓംസ് ലോ. അതിൻ്റെ ലിമിറ്റേഷൻ എന്താ വെച്ചാൽ ടെമ്പറേച്ചർ മാറുമ്പോൾ ഇത് മാറും. ഓക്കെ, നോൺ ലീനിയർ VI കർവ് വരും. ഓക്കെ, ഓർ നോൺ ഓമിക് ഡിവൈസസ് ലൈക്ക് ഡയോഡ്, ട്രാൻസിസ്റ്റർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ അതാണ്. ഓക്കെ, ഇനി എന്താണ് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി? നോക്ക്, R ഈക്വൽ ടു P റോ L ബൈ A ഇംപ്ലിമെൻറ്റ്സ് റോ ഈക്വൽ ടു RA ബൈ, ഇതിൻ്റെ SI യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഓക്കെ, നോക്ക്, if a wire is stretched to 5 times its original length, its resistivity remains unchanged because resistivity is an intrinsic property of the material and does not depend on dimension. ഓക്കെ, ഇനി എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ആൻഡ് മൊബിലിറ്റി M? നോക്ക്, ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഫ്രീ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് അണ്ടർ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അതായത് ഒരു വെലോസിറ്റി, ഓക്കെ, ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ആവറേജ് വെലോസിറ്റിയാണ് എന്ത്? ഈ പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി, ഇതിൻ്റെ ഇക്വേഷനാണ് I ഈക്വൽ ടു NEAVDE ഇംപ്ലൈസ് VD ഈക്വൽ ടു I ബൈ NEA അല്ലേ? ഇതിൻ്റെ മൊബിലിറ്റി ഇക്വേഷനാണ് mu ഈക്വൽ ടു VD ബൈ E, യൂണിറ്റ് മീറ്റർ സ്ക്വയർ V⁻⁻1 S⁻⁻1, ഇല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ M⁻⁻1 T² I. ഓക്കെ, ഇനി നോക്ക്, അതിൻ്റെ ഒരു സോൾവ്ഡ് പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? I ഈക്വൽ ടു 10 തന്നിട്ടുണ്ട്, A ഈക്വൽ ടു 2 mm² തന്നിട്ടുണ്ട്, 2 × 10⁻⁻6 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്, N ഈക്വൽ ടു 10⁻30 മീറ്റർ മൈനസ് 3 തന്നിട്ടുണ്ട്, E ഈക്വൽ ടു 1.6 × 10⁻10 കൊളുമ്പ് തന്നിട്ടുണ്ട്. നോക്ക്, VD എന്ത് തന്നിട്ടുണ്ട്? 10 ബൈ 10⁻30 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻90 ഇൻറ്റു 2 ഇൻറ്റു 10⁻6 വന്നു. ഓക്കെ, ഇനി ഇത് ഈക്വേഷൻ ഉപയോഗിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്ക്, ഈക്വൽ ടു എന്ത് വരും? 10 ബൈ 3.2 ഇൻറ്റു 10⁻5 വരും. ഈക്വൽ ടു എന്താണ്? 3.1.25 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോന്നു? നമ്മൾ ആദ്യം എന്തൊക്കെ കണ്ടുപിടിച്ചു? VD നോക്കിയില്ലേ? VD ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ VDയിൽ എന്തൊക്കെയുണ്ട്? I കണ്ടുപിടിക്കണം. I കണ്ടുപിടിച്ചിട്ട് എന്ത് ഡിവൈഡ് ചെയ്തു? NEA ഡിവൈഡ് ചെയ്തു അല്ലേ? ഇനി നോക്ക്, അടുത്ത കാര്യമാണ് സെൽസ് ഇൻ സീരീസ് ആൻഡ് ഗാൽവനോമീറ്റർ കൺവേർഷൻ. നോക്ക്, സെൽസ് ഇൻ സീരീസ് അതിൻ്റെ ഇക്വേഷനാണ് എപ്സിലോൺ EQ ഈക്വൽ ടു E1 ε1 പ്ലസ് ε2. പിന്നെയോ R EQ ഈക്വൽ ടു R1 പ്ലസ് R2. ഇഫ് ഓപ്പോസിങ് എപ്സിലോൺ EQ ഈക്വൽ ടു ε1 മൈനസ് ε2, R EQ ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് വരും റെസിസ്റ്റൻസ് കേട്ടോ. ഇനി ഗാൽവനോമീറ്റർ ടു വോൾട്ട് മീറ്ററിൻ്റെ ഒരു കണക്ക് നമുക്ക്. G 12 തന്നിട്ടുണ്ട്, IG 3 മില്ലി ആംബിയർ തന്നിട്ടുണ്ട്, 3 × 10⁻³ ആംബിയർ തന്നിട്ടുണ്ട്, V ഈക്വൽ ടു 18 വോൾട്ട് തന്നിട്ടുണ്ട്. നമുക്ക് V ഈക്വൽ ടു IG C+R ഇംപ്ലൈസ് R ഈക്വൽ ടു V ബൈ IG. ഓക്കെ, G ഈക്വൽ ടു 18/3 × 10⁻³ വരും. ഓക്കെ,
മനസ്സിലായോ? ആ ഇനി അതായത് ഈ മൊത്തം ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു എന്ത് വന്നു? വി ഈക്വൽ ടു എന്ത് വന്നു? 18/3 × 10⁻³ വന്നു ഇല്ലേ? മൈനസ് ആരുണ്ട്? -12. ഓക്കെ, ഇവിടെ ജി എന്ന് പറയുന്നത് 12 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ഇക്വേഷൻ കാണിച്ചു തരാം. നമുക്ക് ഇതാണ് ആ ഒരു ഫുൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഈക്വൽ ടു ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6000 - 12 5988 ഓം കിട്ടും. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താണ്? കണക്ട് എ റെസിസ്റ്റൻസ് ഓഫ് 5988 ഓം ഇൻ സീരീസ് വിത്ത് ഗാൽവനോമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന് ഗാൽവനോമീറ്ററിൽ എന്താ ചെയ്യേണ്ടത്? ആ 5988 ഓം റെസിസ്റ്റൻസ് ഇട്ടാൽ മതി. സിമ്പിളാണ്, ഇക്വേഷൻസ് പഠിക്കുക, അത് അതിനനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഇക്വേഷനിൽ ആറിനെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി ഇട്ടപ്പോൾ V/Ig - T കിട്ടി. ഓക്കെ, ഇനി അടുത്തതാണ് കിർച്ചോഫ് ലോ ആൻഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ ഒന്നും കൂടി നോക്കുക. എന്താണ്? വളരെ സിമ്പിളാണ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ജംഗ്ഷനിൽ വരുന്നതും പോകുന്നതുമായ കറണ്ടുകൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ EI = 0 ആണ്. ഓക്കെ, പിന്നെ നോക്ക്, കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട് ലൂപ്പ് ദ അൾജിബ്രൈക് സം ഓഫ് EMF ഈക്വൽ ദ അൾജിബ്രൈക് സം ഓഫ് പ്രൊഡക്ട്സ് ഓർ ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ആ ഒരു പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സംഭവം ഈക്വൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസിങ് കണ്ടീഷൻ? നോക്ക്, 4 റെസിസ്റ്റർ വേണം. PQRS എന്ന് പറഞ്ഞിട്ട് 4 റെസിസ്റ്റർ ഒരു ബ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. അതൊരു ബാലൻസ് കണ്ടീഷനിലായിരിക്കണം. കറണ്ട് ഇതിൽ കൂടെ പോകണം, ഗാൽവനോമീറ്ററിൽ കൂടെ പോകണം. അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് P/Q = R/S or PS = QR ആണ്. ഓക്കെ, അതായത് ഇനി ഒരു ചെറിയൊരു കാര്യം നോക്ക്, വിൽ ദ ബാലൻസ് കണ്ടീഷൻ ചേഞ്ച് ഇഫ് പൊസിഷൻസ് ഓഫ് ഗാൽവനോമീറ്റർ സെൽ ആർ ഇൻ്റർചേഞ്ച്ഡ്. ഇങ്ങനെ, അതായത് ഗാൽവനോമീറ്റർ സെല്ലിൻ്റെ പൊസിഷൻസ് റീചേഞ്ച് ചെയ്ത ബാലൻസ് കണ്ടീഷൻ മാറോ? ഇല്ല കേട്ടോ. എങ്ങനെ മാറ്റിയാലും ബാലൻസ് കണ്ടീഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും, അൺചേഞ്ച്ഡ് ആയിരിക്കും. ഇനി അടുത്തത് നോക്ക്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. എന്താണ് ലോറൻസ് ഫോഴ്സ്? സോളിനോയിഡ്, പാരലൽ വയർസും സർക്കുലർ ലൂപ്പും. നോക്ക്, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ചാർജഡ് പാർട്ടിക്കൽ മോഷൻ. അതിൻ്റെ ഇക്വേഷനാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. F vector = Q × V vector × B vector implies F = QVB sin θ. നോക്ക്, ഇഫ് ചാർജ് ഈസ് സ്റ്റേഷനറി ആണെങ്കിൽ, V = 0 ഇംപ്ലൈസ് F = 0. അതായത് ചാർജ് സ്റ്റേഷനറി ആണെങ്കിൽ V 0 ആണ്, F 0 ആകും. മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? മൂവിങ് ചാർജസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആക്ട് ചെയ്യുള്ളൂ. പിന്നെ നോക്ക്, ഇഫ് V ഇൻ്റർസെക്ട്സ് B, θ = 90°. നോക്ക്, QE = mv²/r. അതായത് θ 90° ആണെങ്കിൽ QVB എന്ന് പറയുന്നത് mv²/r ആയിരിക്കും. റേഡിയസ് R = mv/QB. ഓക്കെ, ട്രജക്ടറി എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കുലർ ആയിരിക്കും. ഫോഴ്സസ് ഓൺ കറണ്ട് എന്തായിരിക്കും? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, പിന്നെ ടോർക്ക് ഓൺ കറണ്ട് ലൂപ്പ് ആൻഡ് ആംബിയേഴ്സ് ലോ. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ടോർക്ക് = NIAB sin θ = MB sin θ. മാഗ്നറ്റിക് മൊമെൻറ്റ് M = NIA ആണ്. ഇനി ആംബിയർ സർക്യൂട്ടൽ ലോ അല്ലേ? എന്താണ്? ΦB വെക്ടർ ഡോട്ട് DL വെക്ടർ = μ.I എൻക്ലോസ്ഡ് ആണ്. ഇനി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ലോങ് സോളിനോയിഡ് അല്ലേ? അതിൻ്റെ ഇക്വേഷനാണ് B = μ0NI = μ0NY/LI. നോക്ക്, ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് = F/L = μ0I1I2/2πd. പിന്നെ പറയുന്നതാണ് റൂള്, സെയിം ഡയറക്ഷൻ കറണ്ട് അട്രാക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിപ്പൽ ചെയ്യും. ഇനി ബയോട്ട് സാവാർട്ട് ലോ എന്താണ്? അതിൻ്റെ ഇക്വേഷനാണ് ഇത്. ഡെഫിനിഷൻ ചോദിച്ചാൽ ഇക്വേഷൻ എഴുതിയാലും കുഴപ്പമില്ല. dB = μ0/4π.IDL sin θ/r². നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് സർക്കുലർ കറണ്ട് ലൂപ്പ് റേഡിയസ് R ടേൺസ് n ഡിസ്റ്റൻസ് x ഫ്രം സെൻറ്റർ. B = μ0NIr², 2r² + x² greater than 3/2. At center x = 0, B = μ0NIr. ഓക്കെ, നമുക്ക് കുറച്ച് ഒരു മസ്റ്റ് മെമ്മറബിൾ ഷീറ്റാണ്, ജസ്റ്റ് എഴുതി വയ്ക്കുക, പഠിക്കുക. ഓക്കെ, അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയില്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ചെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം.